ആദിമകാലം മുതൽ നോക്കുകയാണെങ്കിൽ മനുഷ്യരാശിയുടെ വളർച്ചയിൽ ചേരിതിരിവും യുദ്ധങ്ങളും എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ 2035 സംഭവിക്കാൻ പോകുന്ന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് അറ്റ്ലാന്റിക് കൗൺസിൽ. വീഡിയോയിലേക്ക് പോകുന്നതിനു മുന്നേ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതി അറിയിക്കുക. അറ്റ്ലാന്റിക് കൗൺസിൽ നടത്തിയ ഒരു സർവേയിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ ലോകം ഇന്നത്തേതിനേക്കാൾ മോശമാകുമെന്നും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെ തയ്യാറെടുക്കുമെന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു. 300-ലധികം രാഷ്ട്രീയ തന്ത്രജ്ഞരും ഫോർസൈറ്റ് പ്രാക്ടീഷണർമാരും പങ്കെടുത്ത ഈ സർവേയിൽ 2035 ഓടെ റഷ്യ തുടങ്ങിയ അന്താരാഷ്ട്ര ശക്തികൾ ഉൾപ്പെടുന്ന ഒരു വലിയ യുദ്ധം ഉണ്ടാകുമെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. മൂന്നാം ലോക മഹായുദ്ധവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഉണ്ടാകുന്ന ദുരന്തവും ഒരുമിച്ച് ഏതാണ്ട് 2035 മനുഷ്യരാശിയുടെ ഭാവി കൂടുതൽ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് സർവേയിൽ പറയുന്നു. ആഗോള തന്ത്രജ്ഞരിൽ 10-ൽ 4 പേരും ഒരു ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് പ്രവചിക്കുന്നുണ്ട്. അതിൽ ആണവായുധങ്ങളും ബഹിരാകാശ യുദ്ധങ്ങളും ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. 2019 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US ബഹിരാകാശ സേന സ്ഥാപിച്ചിട്ടുണ്ട്. വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ മേഖലയും ബഹിരാകാശത്തെ എതിരാളികൾ ഉയർത്തുന്ന ഭീഷണിയും ബഹിരാകാശ അധിഷ്ഠിത സേനയ്ക്ക് കാരണമായി എന്നാണ്. ഈ സർവേയിൽ അടുത്ത 10 വർഷത്തേക്ക് യുക്രൈനിൽ യുദ്ധത്തിന് ഒരു നല്ല പര്യവസാനം ഉണ്ടാകില്ലെന്നും അമേരിക്കയുടെ സാമ്പത്തിക നയതന്ത്ര ആധിപത്യം കുറയുമെന്നും ആഗോള ജനാധിപത്യ മാധ്യത്തിലേക്ക് ലോകം വഴുതി വീഴുമെന്നും രാഷ്ട്രീയ തന്ത്രജ്ഞർ പ്രവചിച്ചു. ഒരു ദശാബ്ദത്തിനു ശേഷം ലോകം ഇന്നത്തേതിനേക്കാൾ മോശമാകുമെന്ന് അവർ കരുതുന്നു. അതേസമയം ആഗോള ആണവയുദ്ധം പലർക്കും ഒരു പ്രധാന ആശങ്കയാണെന്ന് സർവേ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ലോകത്തിലെ കാലാവസ്ഥ അടിയന്തരാവസ്ഥ ഇപ്പോഴും ഗുരുതരമായ വെല്ലുവിളി തന്നെയാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 2035 ലോകം നേരിടാനിരിക്കുന്ന രണ്ടാമത്തെ വലിയ ഭീഷണി ഒരു പുതിയ മഹാമാരി ആയിരിക്കുമെന്ന് 1.7% പേർ മാത്രമാണ് പ്രതികരിച്ചത്. വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക ഘടകം 2035 ആകുമ്പോഴേക്കും ലോകത്തെ തളർത്തുമെന്ന് കരുതുന്നത് 5.1% പേർ മാത്രമാണ്. പക്ഷേ ആഗോളതാപനത്തിന് പിന്നിൽ ഉണ്ടാകുന്ന പ്രേരകശക്തി നിലവിൽ മനുഷ്യർ തന്നെയാകുമെന്ന് ബഹുഭൂരിപക്ഷം പഠനങ്ങളും സൂചിപ്പിക്കുന്നു. അറ്റ്ലാന്റിക് കൗൺസിലിന്റെ 2024 ഗ്ലോബൽ ഫോർസൈറ്റ് സർവേയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2035 ആകുമ്പോഴേക്കും ലോകത്തിലെ പ്രബല സാമ്പത്തിക ശക്തിയായി US തുടരുമെന്ന് കരുതുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അടുത്ത 10 വർഷത്തിനുള്ളിൽ US-നും നാറ്റോയ്ക്കും ഭീഷണിയായിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നിവയുമായി ഔദ്യോഗികമായി ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ സഖ്യത്തിന് ചൈന നേതൃത്വം നൽകുമെന്ന് ഇവർ പറയുന്നു. ചൈന, റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഇതിനകം തന്നെ 10 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ബ്രിക്സ് അന്തർ ഗവൺമെന്റൽ സംഘടനയുടെ ഭാഗമാണ്. അത് ഉടൻ തന്നെ വെല്ലുവിളി ഉയർത്തിയേക്കുമെന്നും തന്ത്രജ്ഞർ ഭയപ്പെടുന്നു. അതേസമയം അടുത്ത ദശകത്തിനുള്ളിൽ റഷ്യ നാറ്റോയുമായി വെടിവെപ്പ് യുദ്ധത്തിൽ ഏർപ്പെടുമെന്ന് 45% വിദഗ്ധരും കരുതുന്നു. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.